രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദി സർക്കാരിലെ പ്രഗത്ഭരെ വിമർശിച്ച് ആഘോഷിക്കുകയാണ്. രാജ്യത്തെ പ്രവേശന പരീക്ഷകളുടെ പരിഷ്കരണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയെ വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. സമിതിയിൽ ഗോമൂത്ര വിദഗ്ധൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഇവർ എങ്ങനെയാണ് വിദ്യാഭ്യാസ സംവിധാനം മെച്ചപ്പെടുത്തുക എന്നുമാണ് പ്രിയങ്കയുടെ സംശയം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രിയങ്ക ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചു. സമിതി അംഗമായ IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടിയെ ലക്ഷ്യമിട്ടായിരുന്നു പ്രിയങ്കയുടെ വിമർശനം എന്നത് വ്യക്തം. എന്നാൽ പ്രിയങ്കയുടെ പരാമർശത്തിനെതിരെ അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ MPമാർ രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയ സമിതികൾ ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല, അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നാലും ഈ സംവിധാനത്തെ പരിഷ്കരിക്കാനാണ് രാധാകൃഷ്ണ കമ്മിറ്റി രൂപീകരിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ ആ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം പോലും നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ പരീക്ഷാ പരിഷ്കരണത്തിനായി രൂപീകരിച്ച പുതിയ ഉന്നതതല സമിതിയിൽ IB മുൻ മേധാവി, ഒരു IT കമ്പനി ഉടമ, ഒരു ഗോമൂത്ര വിദഗ്ധൻ എന്നിവരാണുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ നേരിട്ട് പരാമർശിച്ചില്ല എങ്കിലും കാമകോടിയെ ഉദ്ദേശിച്ചാണ് പ്രിയങ്കയുടെ പരാമർശം എന്ന് പരക്കെ വിമർശനമുയർന്നു. ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ട് എന്ന് 2025 കാമകോടി അഭിപ്രായപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. അതേസമയം കാമകോടിയെ പോലുള്ള ഇന്ത്യയിലെ മികച്ച ശാസ്ത്രജ്ഞനെ കുറിച്ച് മോശം പരാമർശം നടത്തിയത് വേദനിപ്പിക്കുന്നു എന്ന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. അദ്ദേഹത്തിന് RSSുമായി ബന്ധമുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. നിങ്ങൾ RSSൽ ചേരണം, എന്നാൽ ചില മൂല്യങ്ങൾ പഠിക്കുകയും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും എന്ന് അനുരാഗ് ഠാക്കൂർ തിരിച്ചടിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ചുമതലയേറ്റ പ്രഹ്ലാദ് ജോഷിക്കെതിരെ കടുത്ത കടന്നാക്രമണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ബലാത്സംഗ കേസ് പ്രതികളെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രഹ്ലാദ് ജോഷി രാജ്യത്തെ ഏറ്റവും തരംതാണ വ്യക്തിത്വമുള്ള മനുഷ്യനാണ് എന്നാണ് പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെ രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാന് പകരമായി ജോഷിയെ നിർണായകമായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് നിയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ബിൽക്കിസ് ബാനു കേസിൽ നിയമപരമായ ശിക്ഷ ഇളവ് നൽകിയതിനെക്കുറിച്ച് സർക്കാരിന്റെ പൊതുവായ നിയമപരമായ നിലപാട് വിശദീകരിച്ചതിനെ വളച്ചൊടിച്ചാണ് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ അധിക്ഷേപവുമായി രംഗത്തെത്തിയത്. 2002 ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന 11 പേരെ ഗുജറാത്ത് സർക്കാർ ജയിൽ മോചിതരാക്കിയപ്പോൾ അത് നിയമപരമായ വ്യവസ്ഥകൾ പാലിച്ചുള്ള നടപടിയാണ് എന്ന് അന്നത്തെ പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായിരുന്ന പ്രഹ്ലാദ് ജോഷി പറഞ്ഞ പഴയ പ്രസ്താവനയെ പരാമർശിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആക്രമണം. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിന് തൊട്ടുമുൻപ് ലോക്സഭയ്ക്കകത്ത് സഹോദരിയും വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധി വദ്രയും സമാനമായ ആരോപണങ്ങൾ ജോഷിക്കെതിരെ ഉന്നയിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ഭേദഗതി ബില്ലിലുള്ള ദീർഘമായ ചർച്ചകൾക്കിടയിലായിരുന്നു ഗർഭിണിയായ സ്ത്രീയെ പീഡിപ്പിച്ച കേസിലെ കുറ്റവാളികളെ മോചിപ്പിച്ചതിൽ സന്തോഷവും പിന്തുണയും പ്രകടിപ്പിച്ച വ്യക്തിയാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ച കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സഭയിൽ അതിശക്തമായി തിരിച്ചടി നൽകി. തെറ്റായ വിവരങ്ങളും വ്യക്തിഹത്യയും അഴിച്ചുവിട്ട് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നും തനിക്കെതിരെ ഉന്നയിച്ച തെളിവില്ലാത്ത ആരോപണങ്ങൾ സത്യപ്രസ്താവന നടത്തി സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കർമാനസ്.